ഫോൺ മേടിക്കുമ്പോൾ നല്ല ക്യാമറ ക്വാളിറ്റി കിട്ടും, എന്നാൽ 1-2 വർഷമൊക്കെ ഒന്ന് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി കുറയും. മിക്ക ആൾക്കാരും പറയുന്നത് ഈ ഒരു ക്യാമറയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടാണ് ഇങ്ങനെ ആയതെന്നാണ്. പക്ഷേ ശരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടല്ല നമ്മുടെ ക്യാമറ ഡീഗ്രേഡ് ആവുന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ലെൻസ് ഡീഗ്രേഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ ലെൻസിൻ്റെ ഡീഗ്രേഡേഷൻ സംഭവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഈ ലെൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലെൻസ്. ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത് ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇത് ഗ്ലാസ് കൊണ്ടാണ് ഇതിനകത്തുള്ള എലമെന്റ്സ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഫോണിൽ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിലായിരിക്കണം ഈ ലെൻസ് എല്ലാം മാനുഫാക്ചർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക ബ്രാൻഡ്സും പ്ലാസ്റ്റിക് കൊണ്ടാണ് അതിന്റെ ലെൻസിന്റെ എലമെന്റ്സ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം ചെറിയ ബോഡിയിൽ എന്തായാലും ഈ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണം. ആക്ച്വലി നമ്മുടെ ഫോണിന്റെ പുറത്ത് കാണുന്ന ആ ഒരു ക്യാമറ ഐലൻഡിലുള്ള ഗ്ലാസ് അല്ല, അതിനകത്ത് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും സെൻസറിന്റെ ഫ്രണ്ടിലോട്ടാണ് ഈ ഒരു എലമെന്റ്സ് വരുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്യാമറ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ മെയിൻ ആയിട്ട് ഒരു ക്യാമറയുടെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ലൈറ്റ് വരും ആൻഡ് ഈ ഒരു ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് പോയിന്റ് ചെയ്യും. അതായത് ഫോക്കസ് ചെയ്ത് കൊടുക്കും ആ ഒരു ലൈറ്റിനെ. അങ്ങനെയാണ് നമ്മുടെ സെൻസറിൽ പിക്ചർ ക്യാപ്ചർ ആവുന്നത്. സോ അതേ സെയിം പ്രിൻസിപ്പിളാണ്, പക്ഷെ ചെറുതായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കൊണ്ട് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയാണ്, ചീപ്പറാണ്. അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ഓവർ ദ ടൈം നമ്മൾ നോർമലി യൂസ് ചെയ്യുമ്പം 1-2 വർഷമൊക്കെ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഫോണിൻ്റെ ഓരോ ഹീറ്റിങ്ങും അതുപോലെ തന്നെ സൺലൈറ്റിൽ യൂസ് ചെയ്യുമ്പോഴും ടെമ്പറേച്ചറൊക്കെ മാറുമ്പം നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് ഗ്ലാസ് പോലെ ലാസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഗ്ലാസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡ്യൂറബിൾ ആണ്. അതേ സമയത്ത് പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ അതിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് വരും. അങ്ങനെ നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി കുറയും. സോ അതും വളരെ വലിയൊരു ഫാക്ടറാണ്. സോഫ്റ്റ്വെയർ മാത്രമല്ല നമ്മുടെ ക്യാമറയെ ഡീഗ്രേഡ് ചെയ്യുന്നത്. ഇത് പെട്ടെന്നൊന്നും വന്ന് കുറയത്തില്ല, 1-2 വർഷത്തിലൊന്നും അങ്ങനെ വലുതായിട്ട് നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഓവർ ദ ടൈം ഒരു 3 വർഷമൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ രീതിയിലെങ്കിലും വേരിയേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ കാലമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് നമുക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി മിക്ക ചേട്ടന്മാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലെൻസിൻ്റെ മേളിൽ വേറെ ലെൻസ്. അതിപ്പോൾ ഫ്രണ്ടിലാണെങ്കിലും ബാക്ക് ക്യാമറയിലാണെങ്കിലും ഫോൺസിലും മിക്കവാറും ആൾക്കാർ ലെൻസ് ഒട്ടിക്കാറുണ്ട്. ഇത് മെയിനായിട്ട് ഐഫോൺസിലും അതുപോലെ തന്നെ ഗാലക്സിയുടെ S സീരീസ് ഫോൺസിലൊക്കെ ആൾക്കാർ മേടിച്ചൊട്ടിക്കാറുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു സാംസങ് ഈ ഇറങ്ങിയ S25 സീരീസിൽ അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് തന്നിട്ടുള്ളത്. ജസ്റ്റ് കിഡിങ്. സോ ആ ഒരു എലമെന്റ് പോലത്തെ ഗ്ലാസ് ഒക്കെ മിക്ക ആൾക്കാരും മേടിച്ചൊട്ടിക്കാറുണ്ട്. സോ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇത് നിങ്ങളുടെ ക്യാമറ ക്വാളിറ്റീനെ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ക്യാമറയുടെ ആക്ച്വൽ ആ ഒരു പ്ലാസ്റ്റിക് എലമെന്റിനെയും ആ ഒരു സെൻസറിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി കമ്പനി ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്ത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് നമ്മൾ മേടിച്ചൊട്ടിക്കുന്നത്. അതുകൊണ്ട് ഇനി ക്യാമറ ക്വാളിറ്റി വലിയ രീതിയിൽ കുറയും. ഇത് ഫ്രണ്ട് ക്യാമറയിലും ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരു ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ മേടിച്ചൊട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ക്വാളിറ്റിയുടെ ഡീഗ്രേഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു ടെമ്പർ ഗ്ലാസ് എല്ലാവർക്കും ഒട്ടിക്കണം. അതേസമയത്ത് ടെമ്പർ ഗ്ലാസ് മേടിക്കുമ്പം ആ ഒരു ക്യാമറ കട്ടൗട്ടുള്ള ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ക്വാളിറ്റി നമുക്ക് അതിൽ നിന്ന് കിട്ടും. അതല്ലാതെ ഫ്രണ്ട് സെൽഫി ക്യാമറയും കൂടെ കവർ ചെയ്ത് വരുന്ന ടെമ്പർ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും ക്യാമറയുടെ ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ഡീഗ്രേഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ട് DSLR-ലൊക്കെ ഒരു സെൻസറേ ഉള്ളൂ, അതേ സമയത്ത് നമ്മുടെ ഫോണിൽ നോക്കുകയാണെങ്കിൽ 1, 2, 3, 10 ക്യാമറയൊക്കെ വെക്കാറുണ്ട്. നമ്മുടെ നോർമൽ ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ലെൻസ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അതേ സമയത്ത് നല്ല സൂമുള്ള ലെൻസ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. എന്നാൽ നോർമൽ ഒരു ലെൻസ് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് സൂം ഇൻ ചെയ്യാൻ പറ്റുന്ന ലെൻസ് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഇതേ സമയത്ത് നമ്മുടെ ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇളക്കി മാറ്റി ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ല. അത് നമ്മുടെ ഫോണിന് അങ്ങനെ ഈസിയായിട്ട് ഡ്യൂറബിൾ ആക്കത്തില്ല. പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിളും ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ക്യാമറാസ് പ്ലേസ് ചെയ്തിട്ട് ഓരോ ക്യാമറ ഓരോ ഫങ്ഷൻസ് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൻ ആയിട്ട് ഒരു വൈഡ് ക്യാമറ കാണും, അതായിരിക്കും പ്രൈമറി സെൻസർ. പിന്നെ ഒരു അൾട്രാ വൈഡ് കാണും, പിന്നെ ടെലിഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് കോംപ്ലക്സിറ്റി കുറച്ച് നമ്മുടെ ക്യാമറാസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലാതെ ബാക്കിൽ ഒരു വലിയ ലെൻസ് ഫിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ ഫോൺ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ലിം ആയിരിക്കണം, നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഇതുപോലത്തെ വലിയ ലെൻസ് ഫിറ്റ് ചെയ്യാനാണെങ്കിൽ ക്യാമറ ആയിരിക്കും മച്ച് ബെറ്റർ ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊട്ടും ഇതൊന്നും വർക്ക് ചെയ്യാനും പോകുന്നില്ല. സോ ഇപ്പോഴത്തെ ക്യാമറ ടെക്നോളജി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഒരു ലെൻസ് തന്നെ 2 ക്യാമറയുടെ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള വൈഡ് ക്യാമറ എടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് ക്രോപ്പ് ചെയ്ത് 2x ആയിട്ടൊക്കെ ടെലിഫോട്ടോ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് എന്ന് പറയുന്ന ഫീച്ചർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്രോ ഷോട്ടും എടുക്കാൻ പറ്റും പല ഫോൺസിലും. അതുപോലെ തന്നെയാണ് നമുക്ക് മാക്രോ ഫോട്ടോ എടുക്കണമെങ്കിൽ വേറൊരു വഴിയും കൂടെയുണ്ട്. പെരിസ്കോപ്പ് ലെൻസ് യൂസ് ചെയ്തും ഇപ്പോൾ മാക്രോ ഫെസിലിറ്റി ഒക്കെ മിക്ക ഫോൺസ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നൊരു സംശയമാണ് മാക്രോ ക്യാമറ ഒക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അഡീഷണൽ ആയിട്ട് മാക്രോ ലെൻസ് കൊടുക്കണ്ട. മിക്ക ക്യാമറാസിലും ഈ ഒരു ലെൻസ് കൊടുക്കാറില്ല. എന്നാൽ ബഡ്ജറ്റിൽ ഇപ്പോഴും വിട്ടുമാറാത്തൊരു സെൻസറാണ് നമ്മുടെ ഡെപ്ത് സെൻസർ. ആദ്യമായിട്ട് ഡെപ്ത് സെൻസർ വന്ന ഫോൺ ഏതെന്ന് അറിയാമോ? എനിക്ക് തീർച്ചയായിട്ടും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് താഴേക്ക് പോകുന്ന വഴി നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഡെപ്ത് സെൻസറിനെ പറ്റി പറയാനാണെങ്കിൽ ഈ സെൻസർ യൂസ്ലെസ് സെൻസറാണ്. 2025 ഒരു ഫോണിൽ പോലും നമുക്ക് ഡെപ്ത് സെൻസറിൻ്റെ ആവശ്യം ആക്ച്വലി വരുന്നില്ല. നമ്മുടെ മോഡേൺ ഡേ ചിപ്സെറ്റ് ഒക്കെ അത്യാവശ്യം നല്ല കേപ്പബിൾ ആണ് ഈ ഒരു ഡെപ്ത് ഇൻഫോർമേഷൻ ഒരു ഫോട്ടോ നിന്ന് എടുക്കാനുള്ളത്. ഈ ഒരു ഡെപ്ത് സെൻസർ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ ആ ഒരു എഡ്ജ് കട്ടൗട്ടൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെൻസർ വച്ചിരിക്കുന്നത്. മിക്ക ബഡ്ജറ്റ് ഫോൺസിലും ഈ ഒരു ഡെപ്ത് സെൻസർ ചുമ്മാ കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് അതിൻ്റെ പോർട്രേറ്റ് കിടിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയൊന്നും പോരാ. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഈ ഒരു ഡെപ്ത് സെൻസർ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊന്നും കാണാനും പറ്റത്തില്ല. എന്നാൽ അതേ സമയത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫോൺസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എഡ്ജ് കട്ടൗട്ടൊക്കെ പ്രോപ്പർ ആയിരിക്കും. ഇനി 2025 എങ്ങനെയാണ് ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. മെഗാ പിക്സൽ അല്ല, മെഗാ പിക്സലിന് പകരം ആ ഒരു സെൻസറിൻ്റെ സൈസാണ്. അപ്പോൾ മെഗാ പിക്സൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ മെഗാ പിക്സലിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഒരു സെൻസറിൻ്റെ സൈസ് തന്നെയാണ്. മിക്ക ആൻഡ്രോയിഡ് ഫോണും 50, 200, 108 കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മെയിൻ ഒരു റിയാലിറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു 200 മെഗാ പിക്സൽ എടുക്കുന്ന ഫോട്ടോ ബിന്നിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെ 12 MB ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിങ് എന്ന് പറയുന്നത് കുറേ മെഗാ പിക്സൽ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പിക്സലായിട്ട് മാറ്റും. അപ്പോൾ അതിനൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിന് നോക്കുകയാണെങ്കിൽ ഇത്രയുള്ള സെൻസർ, ആ ഒരു സെൻസറിനകത്ത് 50 മെഗാ പിക്സലിൻ്റെ ഓരോ പിക്സൽസ് ഉണ്ട്. സോ അതിനെല്ലാം ബിൻ ചെയ്ത് 12 ആക്കുകയാണെങ്കിൽ ഇതേ സെയിം സെൻസർ സൈസിനകത്ത് തന്നെ ഒരു പിക്സലിൻ്റെ സൈസ് ഇത്ര വരേണ്ട സമയത്ത് ഇത്രയിലോട്ട് മാറും. സോ അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് ലോ ലൈറ്റ് പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ഫോട്ടോ കാണുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും 50 മെഗാ പിക്സലിൽ നിന്നുള്ള ഒരു സെൻസറും അതിനെ ബിൻ ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നോക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്തുകൊണ്ടും 12 മെഗാ പിക്സലാകുമ്പോൾ ഒരു പിക്സലിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ബെറ്റർ ലോ ലൈറ്റ് പെർഫോമൻസും നോയ്സ് കുറവും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. മാത്രമല്ല ഒരു സെൻസറിന് അവിടെ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടുതൽ കിട്ടുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബെനിഫിറ്റ് 12 മെഗാ പിക്സലിൽ കാണാൻ പറ്റുന്നത്. അതേസമയത്ത് 50 മെഗാ പിക്സലിൽ ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് കൂടുതലായിരിക്കും, പക്ഷേ ലോ ലൈറ്റ് പെർഫോമൻസ് നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് മെഗാ പിക്സൽ അല്ല നോക്കേണ്ടത്, അതിന് പകരം ആ ഒരു ഫോണിൻ്റെ സെൻസർ എത്ര സൈസ് ഉണ്ടെന്ന് നോക്കണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് സീരീസ് നോക്കുകയാണെങ്കിൽ ഷവമിയുടെ 15 അൾട്രയിലൊക്കെ 1 ഇഞ്ചിൻ്റെ സെൻസറാണ്. അതുപോലെ തന്നെ വിവോ X100 അൾട്ര അങ്ങനത്തെ ഇഷ്ടംപോലെ ഫോൺസിലൊക്കെ 1 ഇഞ്ച് സെൻസർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് ഒരുപാട് ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബെറ്റർ ലുക്കിംഗ് ഫോട്ടോസും നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ ആ ഒരു ഫോൺസിൽ നിന്ന് കിട്ടുന്ന ഇമേജിന് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും ബഡ്ജറ്റിലൊരു ഫോൺ എടുത്താലും ഇപ്പോൾ 50 മെഗാ പിക്സൽ കാണാൻ പറ്റും, ഫ്ലാഗ്ഷിപ്പിൽ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ കാണാൻ പറ്റും. രണ്ടും സെയിം ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഒരു പോയിന്റ് ആണ്, പക്ഷേ ഹാർഡ്വെയർ നല്ലതാണെങ്കിൽ മാത്രമേ നല്ല ഫോട്ടോസ് കിട്ടത്തുള്ളൂ. അത് രണ്ട് രീതിയിലും പറയാൻ പറ്റും. രണ്ടും ഈക്വലി നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നല്ല ഫോട്ടോസ് ആക്ച്വലി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺമോസ്. ബൈ.